أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كفروا سواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم. ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين. يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون. بارك الله لنا ولكم في القرآن العظيم ونفعنا وإياكم بالآيات وذكر الحكيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. യുദ്ധത്തെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹലായ ഫദ്ല് നമ്മൾ കേട്ടു തുടങ്ങിയത് സൂറത്തുൽ ബഖറയാണ്. അതിലെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത്. കഴിഞ്ഞ ദിവസം തുടക്കത്തിൽ നമ്മൾ മുത്തഖീങ്ങളുടെ അതിവിശിഷ്ടമായ വിശേഷണങ്ങളെ സംബന്ധിച്ച് കേൾക്കുകയുണ്ടായി. ആരാണ് മുത്തഖീങ്ങൾ? ആരാണ് യഥാർത്ഥ വിശ്വാസികൾ? ഇന്നലെ ജുമാഅയ്ക്ക് നമ്മൾ കേട്ടത് അൽഹംദുലില്ലാഹ് മുത്തഖീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട 10 സമ്മാനങ്ങളാണ് നമ്മൾ ഇന്നലെ കേട്ടത്. ഇപ്പോൾ രണ്ടും കൂടി ഇന്ന് ചേർത്ത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, സത്യത്തിൻ്റെ നേരെ കണ്ണടച്ച് അതിനെ കാണാതെ നടിച്ച് നടക്കുന്നയാളുകൾ, സത്യം തിരിച്ചറിയാത്ത ആളുകൾ. അവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നല്ലദീന കഫറു, തീർച്ചയായിട്ടും സത്യനിഷേധികളായ ആളുകൾ, സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. നബിയെ, അങ്ങ് അവർക്ക് താക്കീത് നൽകുന്നതും താക്കീത് നൽകാതിരിക്കുന്നതും രണ്ടും സമമാണ്. അങ്ങനെയുള്ള സത്യനിഷേധികളായ ആളുകൾ, ഈ ആയത്തിറങ്ങാനുണ്ടായ കാരണം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഴുവൻ ജനങ്ങളും വിശ്വാസികളാകണം എന്ന് ആഗ്രഹിച്ചു, വല്ലാതെ ആഗ്രഹിച്ചു. മാത്രമല്ല വയതാബിഊഹു അലൽ ഹുദ, എല്ലാവരും സന്മാർഗത്തിനെ പിന്തുടരണം എന്നും ആഗ്രഹിച്ചു. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു, അല്ലാഹു ആരിലാണോ വിശ്വാസിയാകണം എന്ന് തീരുമാനിച്ച് എഴുതി വച്ചിരിക്കുന്നത്, വിജയിയാകണമെന്നോ
ആണാകണമെന്നോ പെണ്ണാകണമെന്നോ എന്നൊക്കെ അള്ളാഹ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ആ തീരുമാനമനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവരുടെ മുന്നറിയിപ്പും താക്കീത് നൽകാതിരിക്കലും ഒന്നും ഇവർക്കൊരു പ്രയോജനം ചെയ്യുകയില്ല. ലാ യുഅ്മിനൂൻ, ഇവർ വിശ്വസിക്കുകയില്ല. അങ്ങനെ ചിലർ സീല് വെച്ച ചില ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളായിരുന്നു അബൂജഹൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രം പറയുന്നുണ്ട്, ഏകദേശം 80 പ്രാവശ്യം അബൂജഹലിനോട് മാത്രമായി ഖുസൂസിയായി മുലാഖാത്ത് നടത്താം. ഖുസൂസി മുലാഖാത്ത് നടത്താം. ദഅവത്തിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട് ഖുസൂസി മുലാഖാത്ത്, ആമായ മുലാഖാത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് അരോചകം തോന്നും. ഇതൊക്കെ എവിടെന്നാ വന്നതെന്ന്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അബൂജഹലിന്റെ അടുക്കൽ മാത്രം 80 പ്രാവശ്യം, ഓരോ പ്രാവശ്യം പോകുമ്പോഴും തിരിച്ചു പോകാൻ പറ്റുന്ന പാകത്തിലെല്ലാം മറുപടി. സമീപനവും അങ്ങനെ ആയിരുന്നില്ല. വളരെ വെറുപ്പുളവാക്കുന്ന, ഹൃദയത്തിൽ വേദനയുണ്ടാക്കുന്ന, ഹൃദയത്തിൽ വല്ലാതെ മുറിവുണ്ടാക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളും സമീപനങ്ങളുമായിരുന്നു അബൂജഹലിന്റെ ഭാഗത്തു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിടേണ്ടി വന്നു. പക്ഷേ നബി തങ്ങൾ വിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരം അവരെടുത്ത് പോയിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഈ പോകുമ്പോഴൊക്കെ കഥകിന്റെ മറകിൽ അബൂജഹലിനോട് പറയുന്ന വർത്തമാനങ്ങൾ കഥകിന്റെ പുറകിൽ പിന്നിൽ നിന്നുകൊണ്ട് മറ്റൊരാൾ കേൾക്കുമായിരുന്നു. അതാരാണ്? ഇക്രിമ, അബൂജഹലിന്റെ മകനായിരുന്നു. അത്തായോട് പറയുന്ന വാക്ക് മകൻ പുറകിൽ നിന്ന് ചിലപ്പോൾ കേൾക്കുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അബൂജഹലിന്റെ ഹൃദയത്തെ സീല് വെച്ചു. ഈ പറഞ്ഞ കൂട്ടത്തിൽ അബൂജഹൽ പെട്ടു. പക്ഷേ ഇക്രിമയുടെ ഹൃദയത്തെ അല്ലാഹു തആല സീല് വെച്ചില്ല. ഇക്രിമ ആരായി? മുസ്ലിമായി. മക്ക ഫതഹ് വേളയിൽ, മക്ക വിജയ വേളയിൽ, ഹിജ്റ 8-ാം വർഷം മക്ക വിജയ വേളയിൽ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു നമ്മൾ തർബിയത്ത് ചൊല്ലുമാറ് അദ്ദേഹം മുസ്ലിമായി. നോക്കണേ, വാപ്പായുടെ ഹിദായത്ത് അല്ലാഹ് സീല് വെച്ചു, മകന്റെ ഹിദായത്തിന്റെ വഴി അല്ലാഹു തആല തുറന്നു കൊടുത്തു. അപ്പൊ അങ്ങനെ ചില ആളുകളുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല, അങ്ങനെയല്ല. തങ്ങൾ വലിയ കരുണയുടെ ആളാണല്ലോ. മുഴുവൻ മനുഷ്യനും വിശ്വാസിയാകണം, സന്മാർഗം പിന്തുടരണം എന്ന് ആഗ്രഹിച്ചു വല്ലാതെ കൊതിച്ചുകൊണ്ട് പണിയെടുത്തു ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലദീന കഫറു, തീർച്ചയായും ചില സത്യനിഷേധികളായ ആളുകളുണ്ട്. സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും, നബിയെ അങ്ങ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നതും താക്കീത് കൊടുക്കുന്നതും അത് കൊടുക്കാതിരിക്കുന്നതും രണ്ടും അവർക്ക് സമമാണ്. ലാ യുഅ്മിനൂൻ, അവര് വിശ്വസിക്കുകയില്ല നബിയെ, അവര് വിശ്വസിക്കുകയില്ല. കാരണം ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു സീല് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. വഅലാ സമഇഹിം, ചെവിയുടെ പുറം മാത്രമാണ് അവർ കേൾക്കുന്നത്. ആ കേൾവി ചെവിയുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നില്ല, അവിടെയും സീല് വെച്ചിരിക്കുകയാണ്. വഅലാ അബ്സ്വാരിഹിം ഗിശാവ, സത്യം കാണാനുള്ള ഖൽബ് അവരുടെ കണ്ണുകൾ കാണാനുള്ള കണ്ണവർക്കില്ല. കണ്ണുണ്ട്, പക്ഷേ അവർക്ക് അതിനുള്ള കാഴ്ചയില്ല. അവിടെ അള്ളാഹു ഒരു മൂടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുകയാണ്. ഒരു മൂടി വെച്ച് സീൽ വെച്ചിരിക്കുകയാണ്. ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല സീല് വെക്കുക. സുബ്ഹാനല്ലാഹ്, ഹൃദയത്തിൽ സീല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നോക്കേണ്ട കാര്യമേ ഇല്ല. അയാളിലേക്ക് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഹദീസിൽ കാണാൻ കഴിയും, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ,
സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ, ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ, ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നൽ മുഅ്മിന, ഒരു വിശ്വാസി, ഇദാ അദ്നബ ദംബൻ, ഒരു പാപം ചെയ്തു കഴിയുമ്പോ, കാനത്ത് നുഖ്തത്തൻ സൗദാ ഫീ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും, ഒരു കറുത്ത അടയാളം. ഒരു പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന്റെ ഒരു അടയാളം എവിടെ വീഴുക? ഹൃദയത്തിൽ വീഴും. അത് കറുത്ത പുള്ളിയായിരിക്കും. ഫൈൻ താബ, അവൻ പശ്ചാത്തപിക്കുമ്പോ, ആ പാപത്തിൽ നിന്നുള്ള അവനോട് ഖേദിച്ചു മടങ്ങുമ്പോ, പശ്ചാത്തപിക്കുമ്പോ, പൊറുക്കലിനെ തേടുമ്പോ, അല്ലാഹു തആല എന്ത് ചെയ്യും? ആ പാപത്തെ അവിടെ നിന്ന് മായ്ച്ചു കളയും. ആ കറുത്ത പുള്ളിയെ അല്ലാഹു തആല മായ്ച്ചു കളയും. ഹൃദയം വീണ്ടും ശുദ്ധമാകും. നമ്മുടെ വെള്ള വസ്ത്രം പോലെ വീണ്ടും അത് നല്ല സ്ഫുടം ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തെ ആക്കി തീർക്കും. നേരെ മറിച്ച് ഒരു മനുഷ്യൻ പാപം ചെയ്ത് കറുത്ത പുള്ളികൾ അധികരിച്ച് ഹൃദയത്തിൽ ഒരു ഇടവുമില്ല, തെളിഞ്ഞ ഒരു ഇടമില്ല, മുഴുവൻ ഭാഗങ്ങളും കറുത്ത് ഇരുണ്ടുപോയി. അങ്ങനെ വരുന്ന ആളുകളെ പറ്റി അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഖല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവിടെ അല്ലാഹു പ്രയോഗിച്ച പദം ഖല്ലാ ബൽ റാന എന്നാണ്, കറുത്ത് ഇരുണ്ടുപോയി. അപ്പോഴാണ് സീൽ വയ്ക്കപ്പെടുക. പിന്നെ അങ്ങോട്ട് ഒരു നന്മയും ഇടിച്ചു കയറ്റാൻ നോക്കിയാലും കയറൂല. ഇടിച്ചു കയറ്റാൻ നോക്കിയാലും ഒരു നന്മയും അവനിലേക്ക് കയറില്ല, ഒരു നന്മയും കാണുകയില്ല. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. നഊദുബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോഴാണ് അല്ലാഹു തആല എന്ത് ചെയ്യുന്നത്? സീൽ വെക്കുന്നത്. അല്ലാഹു സീൽ വെച്ച് കളയും. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹു അവരുടെ ഹൃദയങ്ങളുടെ മേൽ സീൽ വെച്ചു. വഅലാ സമഇഹിം, അവരുടെ കേൾവിയുടെ മേലും. വഅലാ അബ്സാരിഹിം, അവരുടെ കാഴ്ചയുടെ മേലുണ്ട്. ഗിശാവത്തിന് ഒരു ജാതി മൂടിയുണ്ട്, അടപ്പുണ്ട്. വലഹും അദാബുൻ അദീം, അവർക്കാണ് ഏറ്റവും നോവേറിയ ശിക്ഷ, ഏറ്റവും വലിയ ശിക്ഷ അവർക്കാണ്. ഹൃദയം സീൽ വെക്കപ്പെട്ടു പോയ ആളുകൾ, കേൾവി സീൽ വെക്കപ്പെട്ടു പോയ ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾ ഒന്നും അവർ മനസ്സിലാക്കുകയില്ല. നന്മയായ കാര്യങ്ങൾ അവർ കേൾക്കുകയില്ല. നന്മ അവരുടെ കണ്ണുകൊണ്ട് കാണുകയില്ല. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറയാക്കി കളയും. അങ്ങനെ മറയാക്കപ്പെട്ട ചില ആളുകളെ പറ്റിയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നാൽ ജനങ്ങളിൽ മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. വമിനൻ നാസി മൻ യഖൂലു, ജനങ്ങളിൽ മറ്റൊരു വിഭാഗം ആളുകളുണ്ട് ഇങ്ങനെ പറയുന്നവർ. എങ്ങനെ പറയുന്നവർ? ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, അന്ത്യദിനത്തിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു പറയുകയാണ്, അല്ലാഹു പറയുന്നു, വമാഹും ബിമുഅ്മിനീൻ, അവർ ഒറിജിനൽ മുഅ്മിനീങ്ങളായിട്ടില്ല. ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്, ആഖിറത്തിൽ വിശ്വസിച്ചവരാണ്, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. അവരെ പറ്റി അല്ലാഹു പറയുകയാണ്, വമാഹും ബിമുഅ്മിനീൻ, യഥാർത്ഥത്തിൽ ഒറിജിനൽ അവർ വിശ്വാസികളായിട്ടില്ല. യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ, ഇങ്ങനെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ആഖിറത്തിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നവർ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനൂ, സത്യവിശ്വാസികളെയും അല്ലാഹുവിനെയും വഞ്ചിക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. അവരാണ് മുനാഫിഖുകൾ, വഞ്ചിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു പറയുന്നു, വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, അവർ അല്ലാഹുവിന് ഒരു ദ്രോഹവും ചെയ്യാൻ കഴിയുകയില്ല. മുഅ്മിനീങ്ങൾക്കും ഒരു ദ്രോഹവും അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല. അവർ സ്വയമാണ് അവരെ തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. വമാ യശ്ഊൻ, പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല. അവരവരെ തന്നെ ദ്രോഹിക്കുകയാണ്, അവരവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്. അല്ലാഹുവിനോട് ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയുകയില്ല.
പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല, അവരവരെ തന്നെയാണ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന കാലഘട്ടം ഇത് ഈ സൂറത്ത് മദീനയിൽ അവതരിച്ചത് കൊണ്ടിട്ടാണ് ഈ മുനാഫിക്കുകളുടെ വിഷയം ഇവിടെ സംസാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് വന്ന കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നത് ഔസ് ഖസ്റജ് എന്ന് പറയപ്പെടുന്ന രണ്ട് ഗോത്രത്തിലെ മുസ്ലിമീങ്ങളായ ആളുകൾ, അൻസാരികളായ ആളുകൾ. ഔസ് ഖസ്റജ് എന്ന് പറയുന്നത് രണ്ട് പ്രബലമായ രണ്ട് ഗോത്രത്തിലെ ആളുകൾ. പക്ഷെ അവരാകട്ടെ അവര് മക്കയിലെ മുശ്രിക്കീങ്ങളായ അറബികളുടെ ആ തരീഖ, ആ മാർഗം അനുസരിച്ചുകൊണ്ട് വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടാണ് അവർ കഴിഞ്ഞുകൂടിയത്. വിഗ്രഹ ആരാധകരായിട്ടാണ് അവർ കഴിഞ്ഞുകൂടിയത്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. മദീനയിലെ പാരമ്പര്യക്കാരെ പറ്റി പറയാണ്. മദീനയിലെ പാരമ്പര്യക്കാർ അഹ്ലി കിതാബികളായ യഹൂദികളായ ആളുകൾ, അഥവാ അവരുടെ മുൻകഴിഞ്ഞു പോയ തരീഖ മാർഗം അനുസരിച്ചുകൊണ്ട് കിതാബിനെ പിൻപറ്റിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞിരുന്ന ആളുകൾ. അവര് 3 കബീലക്കാരായിരുന്നു, 3 ഗോത്രക്കാരായിരുന്നു. ജൂതന്മാർ 3 ഗോത്രക്കാരായിരുന്നു. ഒന്ന് ബനു ഖൈനുഖാ, 2 ബനു നദീർ, മറ്റൊന്ന് ബനു ഖുറൈള. ഇങ്ങനെ 3 ഗോത്രക്കാരായിരുന്നു ജൂതന്മാർ. അവര് തൗറാത്തിനെ പിൻപറ്റി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അംഗീകരിച്ച് ആ വഴിയെ പിന്തുടർന്നുകൊണ്ട് ജീവിച്ചു വന്നിരുന്ന ആളുകളായിരുന്നു. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മുനാഫിക്കുകളായ കപടവിശ്വാസികളായ ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അയാളായിരുന്നു മദീനയുടെ നേതാവ്, റഈസുൽ മദീന. മദീന ഭരിച്ചിരുന്ന ആളാണ്, മദീനയുടെ നേതാവാണ്. ആളുകളെല്ലാം നേതാവായിട്ട് അംഗീകരിച്ചിരുന്ന ആളാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നു പ്രബോധനം ആരംഭിച്ചു. ഔസും ഖസ്റജും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതാണ് അൻസാരികൾ. അറബികളാണ് അവർ, മുശ്രിക്കീങ്ങളായിരുന്നു. അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അൻസാരികളായ ആളുകളായി മാറി. ജൂതന്മാർ കരാറുണ്ടാക്കി അങ്ങനെ തന്നെ അവർ കഴിഞ്ഞു. അവരിൽ ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും വിശ്വസിച്ചു, മറ്റു ചിലർ അതിൽ നിന്ന് വിട്ടുനിന്നു. മറ്റൊരു വിഭാഗം, അഥവാ മുനാഫിക്കുകളായ ഒരു വിഭാഗം, അവരാണ് ഈ പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലാണ്. നിങ്ങൾ പറയുന്ന അല്ലാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചു, നിങ്ങൾ പറയുന്ന ആഖിറത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു. അപ്പുറത്ത് ജൂതന്മാരോട് പറഞ്ഞു, ഏയ് ഞങ്ങൾ ചുമ്മാ പറഞ്ഞതാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് കേട്ടോ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഇങ്ങനെ 2 വള്ളത്തിൽ കാല് ചവിട്ടി ഇങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു ആര്? മുനാഫിക്കുകൾ. എന്തിനാണ് അവർ ആ തന്ത്രം പ്രയോഗിച്ചത്? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ ബുദ്ധിയാണ്. അയാളുടെ ബുദ്ധി എന്താണ്? അയാളുടെ ബുദ്ധി ഈ 2 ആളുകളെയും പിണക്കാതെ എന്ത് വേണം? അധികാരം കൊണ്ടുപോകണം. അതായിരുന്നു ബുദ്ധി. ഇപ്പുറത്തെ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അവർ അംഗീകരിക്കും, അപ്പുറത്തെ ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവരും അംഗീകരിക്കും. അപ്പൊ 2 കൂട്ടരെയും പിണക്കാതെ അധികാരം, മദീനയുടെ അധികാരത്തെ ഇങ്ങനെ കൊണ്ടുപോകണം. ഇതായിരുന്നു അയാൾ പ്രയോഗിച്ച തന്ത്രം. ആര്? അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ. അല്ലാഹ് പൊളിച്ചെടുത്തു ഉഹദിൽ. ബദറിൽ രംഗം കണ്ടു, മനസ്സിലായി, കൂടെ നിന്നു. ചില ഉദറുകൾ പറഞ്ഞ്, കാരണങ്ങൾ പറഞ്ഞ് പോയില്ല, മാറി നിന്നു. ഉഹദായപ്പോ അല്ലാഹു തആല ഇത് പൊളിച്ച് കൈ കൊടുത്തു, വ്യക്തമാക്കി കൊടുത്തു. നമ്പാൻ കൊള്ളാത്ത വിഭാഗമാണ് ഈ വിഭാഗം. അതുകൊണ്ട് നബിയെ സൂക്ഷിച്ചോണം. അല്ലാഹ് പറയുകയാണ്, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. നബിയെ, ഇവർ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്നവർ പറയും, ആഖിറത്തിൽ വിശ്വസിച്ചു എന്ന് പറയും. പക്ഷേ ഇവര് ഒറിജിനൽ വിശ്വാസികളല്ല, ഇവര് കപടന്മാരാണ്, സൂക്ഷിച്ചോണം. നിസ്കരിക്കുമ്പോ ഒന്നാമത്തെ സഫിൽ ഇമാമിന്റെ തൊട്ട് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെമ്പറിന്റെ നസീഹത്ത് നടത്തുമ്പോൾ നബി തങ്ങളുടെ നേരെ തൊട്ട്
തൊട്ട് മുന്നിൽ. സുബഹി ഇശായും വലിയ പാടാണ്, എത്തൂല സുബഹി ഇശായി. അതാണല്ലോ നമ്മൾ ഹദീസിൽ കേട്ടിട്ടുള്ള മുനാഫിക്കൾക്ക് സുബഹി ഇശായി 2 നിസ്കാരം വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പാടാണ്, വലിയ പ്രയാസമാണ്. ഇവർ യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിനെയും മുഅ്മിനീങ്ങളെയും വഞ്ചിക്കാനാണ് ഈ നയം സ്വീകരിച്ചത്. അള്ളാഹ് പറയുകയാണ്, അള്ളാഹയും അള്ളാഹു മുഅ്മിനീങ്ങളെ വഞ്ചിക്കാൻ പറ്റൂല. അവര് വഞ്ചന നടത്തുന്നത് അവരെ തന്നെയാണ്, പക്ഷെ അവർക്കതിന്റെ പരിണിത ഫലം അവർക്കറിയുന്നില്ല. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഫീ ഖുലൂബിഹിം മറദുൻ, അവരുടെ ഹൃദയത്തിൽ ഒരു ജാതി രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം എന്താണ്? സംശയത്തിന്റെ രോഗമാണ്. ഫസാദഹുമുല്ലാഹു മറദാ, അള്ളാഹു അവരുടെ രോഗത്തെ അധികരിപ്പിക്കുക തന്നെ ചെയ്തു. വലഹും അദാബുൻ അലീം, അവർക്കാണ് നോവേറിയ ശിക്ഷയുള്ളത്. ബിമാ കാനൂ യക്ദിബൂൻ, സത്യത്തെ കളവാക്കിയതിന്റെ പേരിൽ അവർക്കാണ് ഏറ്റവും വലിയ ശിക്ഷ, ഏറ്റവും വലിയ കഠിനമായ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോക്കണേ, ഈ സൂറത്തിന്റെ തുടക്കം തന്നെ അള്ളാഹു ആരംഭത്തിൽ മുഅ്മിനീങ്ങളെ പറ്റി പറഞ്ഞു. മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സിഫത്തായ തഖ്വയെ പറ്റി പറഞ്ഞു. തഖ്വ ഉണ്ടാകണമെങ്കിൽ ആരായിരിക്കണമെന്നതിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് സത്യനിഷേധികളായ ആളുകൾ, യഥാർത്ഥത്തിൽ സത്യനിഷേധികളായ ആളുകളെ പറ്റി പറഞ്ഞു. അതിനുശേഷം അള്ളാഹു കപടവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞു. വളരെ തർത്തീബായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തുടരെ മുഅ്മിനീങ്ങൾ അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ, അതുപോലെ തന്നെ തൊട്ടടുത്ത് കാഫിർ അവർക്ക് കിട്ടുന്ന ശിക്ഷ, തൊട്ടടുത്ത് മുനാഫിക്കുകൾ അവർക്ക് കിട്ടുന്ന ശിക്ഷ, മൂന്നിനെയും അള്ളാഹു വേർതിരിച്ച് ഈ 10 ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. കൂടുതൽ പഠിക്കാൻ, മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.